ഇറാൻ ഇന്ന് നടുക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത്. അമേരിക്കൻ ഇസ്രായേൽ സംയുക്താക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ടെഹ്റാനിൽ നടക്കുമ്പോൾ മറ്റൊരു ദുരന്ത വാർത്തയും ഇറാനെ തേടി എത്തിയിരുന്നു. നിലവിലെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ ഭാര്യയും കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടെന്ന ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നു. എന്നാൽ അതിലേറെ ദുരൂഹത നിറഞ്ഞത് സുരക്ഷാ ഭീഷണി കാരണം മുജ്തബ ഖമേനിക്ക് തന്റെ പ്രിയപ്പെട്ടവരുടെ അന്ത്യയാത്രയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന വാർത്തയാണ്. ഇതൊരു ദുരന്തം മാത്രമല്ല, അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഒരു വലിയ ചോദ്യചിഹ്നം കൂടിയായി മാറുന്നു. 1.5 മുതൽ 2 കോടി വരെ ജനങ്ങൾ തടിച്ചുകൂടുമെന്ന് പ്രതീക്ഷിച്ച പൊതുദർശന ചടങ്ങുകൾ ഒരു രാജ്യത്തിന്റെ ദുഃഖാചരണത്തിന്റെയും പ്രതിഷേധത്തിന്റെയും നേർക്കാഴ്ചയായി മാറിയെന്ന് ഇറാൻ പ്രതിനിധികൾ പറഞ്ഞു. ഖമേനി അദ്ദേഹത്തിന്റെ മകൾ, മകളുടെ ഭർത്താവ്, പേരക്കുട്ടി, മരുമകൾ എന്നിവരുടെ ഭൗതിക ശരീരങ്ങളാണ് പൊതുദർശനത്തിനായി വെച്ചത്. മുജ്തബ ഖമേനിയുടെ ഭാര്യ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വന്നപ്പോഴും ഇതെല്ലാം തന്നെ ഇറാൻ നിഷേധിച്ചിരുന്നു. എന്നാൽ ഇറാൻ ഇന്ന് അത് സമ്മതിക്കേണ്ടതായി വന്നു. ഇറാന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വം ഒന്നാകെ ഈ ചടങ്ങുകളിൽ സംഗമിച്ചത് വലിയ സുരക്ഷാ ആശങ്കകൾക്കും വഴിതെളിച്ചു. അതിനിടെ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിവിധ രാഷ്ട്രങ്ങളെ തടയാൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയെന്ന് ഇറാൻ മാധ്യമങ്ങൾ ആരോപിച്ചത് അന്താരാഷ്ട്ര രംഗത്ത് വലിയ ചർച്ചയായി. സഹായം തടയുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ 13 രാഷ്ട്രങ്ങൾ പിന്മാറി. കിഴക്കൻ യൂറോപ്പ്, ആഫ്രിക്ക, അറബ്, ഗൾഫ്, കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. നയതന്ത്ര ബന്ധത്തെയും സഹായങ്ങളെയും ബാധിക്കുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭീഷണിക്ക് മുന്നിൽ ചില രാഷ്ട്രങ്ങൾ ഖേദം പ്രകടിപ്പിച്ച് പിന്മാറിയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. എങ്കിലും 100-ലധികം രാഷ്ട്ര പ്രതിനിധികൾ പൊതുദർശനത്തിൽ പങ്കെടുത്തുവെന്ന് ഇറാൻ അഭിമാനത്തോടെ അവകാശപ്പെട്ടു. ഖത്തറിനും ഒമാനും സൗദിക്കും പുറമെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണറും സംഘവും എത്തിയത് ശ്രദ്ധേയമായി. ഹോർമോസ് മേഖലയിൽ മൈനുകൾ നീക്കം ചെയ്യാൻ വിന്യസിച്ച ഫ്രാൻസിന്റെ പടക്കപ്പൽ വ്യൂഹം പിൻവലിച്ചത് ഈ അന്തരീക്ഷത്തെ കൂടുതൽ സങ്കീർണമാക്കി. അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വിലാപയാത്രയിൽ ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ല മോസ്കിലേക്ക് ഒഴുകിയെത്തിയ ജനസാഗരം സ്വമേധയാ എത്തിയതല്ല, ഭരണകൂടം നിർബന്ധിച്ച് എത്തിച്ചതാണെന്ന് അഭ്യൂഹം ഉയരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഖമേനിക്കെതിരെ മാസങ്ങൾക്ക് മുമ്പ് നടന്ന വൻ പ്രതിഷേധങ്ങളാണ് ഈ അഭ്യൂഹങ്ങൾക്ക് കാരണം. US-ഇസ്രായേൽ ആക്രമണത്തിൽ ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നടന്ന ഈ വിലാപയാത്രയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. എന്നാൽ ഒരു വാരം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ തൊഴിലാളികളെയും വ്യാപാരികളെയും സന്നദ്ധ സംഘടനകളെയും ഇറാനിയൻ അധികാരികൾ സമ്മർദ്ദത്തിലാക്കിയെന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ജൂലൈ 4-ന് നടന്ന സംസ്കാര ചടങ്ങിന് മുന്നോടിയായി വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് ഇറാനിൽ നടന്നത്. വിദ്യാർത്ഥികൾ, സൈനികർ, തൊഴിലാളി യൂണിയനുകൾ, അഗ്നിശമന സേനാംഗങ്ങൾ എന്നിവരെയും മതപരമായ വിലാപ ഗ്രൂപ്പുകളെയും ഇതിനായി ഭരണകൂടം അണിനിരത്തി. 250ാമത് US സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്കിടയിൽ ഖമേനിക്ക് നൽകുന്ന വിട ഇറാന്റെ ശക്തി പ്രകടനമായിട്ടാണ് പലരും വിലയിരുത്തുന്നത്.